6 പഞ്ചായത്തുകളിലെ ഇന്റർനെറ്റ് വാർത്താവിനിമയ സേവനം മുടക്കിയിരിക്കുകയാണ് KSEB. അറ്റകുറ്റപ്പണികളുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു മുടക്കം. കേബിൾ ഓപ്പറേറ്റർമാരോട് അറിയിക്കാതെ ഇലക്ട്രിക് പോസ്റ്റ് മാറ്റിയതോടെയാണ് പ്രതിസന്ധി ഉണ്ടായത്. KSEBയുടെ ഗുരുതരമായ വീഴ്ചയിൽ ബാങ്കുകളിലെ അടക്കം പ്രവർത്തനം തടസ്സപ്പെട്ടു. KSEBക്കെതിരെ കേബിൾ ഓപ്പറേറ്റർമാർ കാട്ടാക്കട പോലീസിൽ പരാതിയും നൽകി. KSEB പോസ്റ്റ് മാറ്റുന്ന ജോലിക്കിടെ വിവിധ കമ്പനികളുടെ ഫൈബർ ഒപ്റ്റിക്കൽ കേബിളുകൾ മുറിച്ചു മാറ്റിയതാണ് പ്രതിസന്ധിക്ക് കാരണം. ഏഷ്യാനെറ്റ്, BSNL, കെ-ഫോൺ, ഭാരത് ഫൈബർ, കേരള വിഷൻ എന്നിവയുടെ പ്രധാന ഫൈബർ കേബിളുകളാണ് കട്ടിംഗ് പ്ലെയർ ഉപയോഗിച്ച് മുറിച്ചു മാറ്റിയ നിലയിൽ കണ്ടെത്തിയത്. ഇതോടെ കാട്ടാക്കട, മലയങ്കീഴ്, അമ്പൂരി, ആര്യനാട്, കള്ളിക്കാട്, നെയ്യാർ ഡാം, പാറശാല മേഖലകളിൽ ഇന്റർനെറ്റ് വാർത്താവിനിമയ സംവിധാനങ്ങൾ താറുമാറായി. സർക്കാർ ഓഫീസുകൾ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ, സഹകരണ ബാങ്കുകൾ, ജനസേവന കേന്ദ്രങ്ങൾ എന്നിവയുടെ പ്രവർത്തനങ്ങളും തടസ്സപ്പെട്ടു. കരാറുകാരൻ മുൻകൂർ അറിയിക്കാത്തതുമൂലം ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായെന്നാണ് കേബിൾ ഓപ്പറേറ്റർമാരുടെ പരാതി. ഇന്ന് രാവിലെ ഇവിടുത്തെ ബാബു എന്നുള്ള കോൺട്രാക്ടർ നമ്മുടെ ഫൈബർ ശൃംഖല മൊത്തത്തിൽ കട്ട് ചെയ്ത് നശിപ്പിക്കുകയാണ് ചെയ്തത്. ഇത്തരമുള്ള പ്രവൃത്തികളും വർക്കൊക്കെ ചെയ്യുമ്പോൾ KSEB ഭാഗത്ത് നമ്മളെ അറിയിക്കുകയും നമ്മളതൊന്ന് ലൈൻ അഴിച്ചു മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് യാതൊരു വിധത്തിലുള്ള മുന്നറിയിപ്പില്ലാതെ തന്നെ നമ്മുടെ മാത്രമല്ല ദൃശ്യര, ഏഷ്യാനെറ്റ്, അതുപോലെ തന്നെ KSEB മൊത്തം ഫൈബർ ഇവിടെ ഏകദേശം ഒരു 10-15ഓളം കസ്റ്റമർ ഉള്ള ലൈനാണ്. മെയിൻ പാർട്ട് പോകുന്ന ലൈനും കൂടെയാണ്. കുറേ ഇൻ്റർനെറ്റ് സേവനങ്ങൾ ഉണ്ട്. ഇതെല്ലാം തന്നെ പൂർണ്ണമായി ഒരു മുന്നറിയിപ്പില്ലാതെ നശിപ്പിക്കുകയാണ് ഉണ്ടായത്. പോസ്റ്റ് മാറ്റുന്നതിനിടെ പൂവച്ചൽ ആലമുക്ക് സ്വദേശി ബാബു എന്ന കരാറുകാരനാണ് കേബിളുകൾ മുറിച്ചതെന്നാണ് കേബിൾ ഓപ്പറേറ്റർമാർ ആരോപിക്കുന്നത്. പോസ്റ്റ് മാറ്റുന്ന ജോലിയുടെ ഭാഗമായി കേബിളുകൾ മാറ്റേണ്ട സാഹചര്യം ഉണ്ടായിട്ടും യാതൊരു മുന്നറിയിപ്പ് നൽകിയില്ലെന്നും ഓപ്പറേറ്റർമാർ പറയുന്നു. കരാറുകാരനെതിരെയും ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെയും നിയമ നടപടി ആവശ്യപ്പെട്ട് കേബിൾ ഓപ്പറേറ്റർമാർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.